കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വളരെ വിഷമത്തോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. വയനാട്ടിലുള്ള പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അമ്മേനെ നരഭോജി കടുവ പിടിച്ചു കൊന്നെന്ന്. ഇപ്പം അവർ പറയുന്നുണ്ട്. ഇതെല്ലാം സംഭവത്തിന് ശേഷം ഇപ്പം പറയുകയാണ്, നരഭോജി കടുവ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന്. ഒരു കാര്യമുണ്ടായി ആ സംഭവത്തിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള ഉത്തരവും പുറപ്പെടലും എല്ലാം ഉള്ളത്. അതിന് മുന്നേ യാതൊരുവിധ ആക്ഷനും ഇല്ല. അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണങ്ങളും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പൊ കുറച്ചേറെ കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തുടരെ കേൾക്കുന്ന വാർത്തകൾ കേട്ടോ. ഇങ്ങനെ കടുവ പിടിച്ചെന്നും പുലി പിടിച്ചെന്നും സിംഹം പിടിച്ചെന്നും അതുപോലെ തന്നെ ആനയടഞ്ഞ് ഓരോരുത്തരെ കൊന്നെന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ശക്തമായ ഒരു നിയമ സംരക്ഷണം, അതായത് നമ്മുടെ വന്യമൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, അതിനുവേണ്ടി അതുങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണ്ട നമ്മുടെ പരിസ്ഥിതിയിൽ വേണ്ട കൂടൊക്കെ വെച്ച് അവരെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പരിസ്ഥിതിയുടെ ഏറ്റവും വളർച്ചയ്ക്ക് ഇവരെല്ലാം ആവശ്യമായതുകൊണ്ട് ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് വളരെ ശക്തമായ ഒരു നിയമം നടപ്പാക്കി അത് പാസ്സാക്കി അതിനു വേണ്ട മുൻകരുതലുകൾ ഇനിയെങ്കിലും എടുക്കണം. ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒരാളുടെ ജീവൻ എടുത്തതിന് ശേഷം മാത്രമാണ് പല നിയമങ്ങളും ഇവിടെ പാസ്സാക്കുന്നത്. നമ്മൾ വേറെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കി അവരെയൊക്കെ ഭയങ്കര കരുതലോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ എന്ത് കഷ്ടപ്പാടാണെന്നറിയോ. കുട്ടികൾക്ക് പിന്നെ റോഡിലിറങ്ങി നടക്കാൻ വയ്യ. തെരുവ് പട്ടികളെല്ലാം കൂടി ഇങ്ങനെ കയറി വരും. അവര് നേരം വെളുത്ത് റോഡിൽ കൂടെ പോകുമ്പം 4ഉം 5ഉം പട്ടിയായിരിക്കും വരിയായിട്ട് വരുന്നത്. കുട്ടികൾ പേടിച്ചോടി തിരിച്ചു വീട്ടിൽ വരുന്ന സന്ദർഭങ്ങൾ പല സമയത്തുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ഒരു കുട്ടിയുടെ ചെവി കടിച്ചു പറിച്ച് ഒരു കുറേ വർഷം മുന്നേ നടന്ന സംഭവം. ഓരോരുത്തരുടെ മൂക്ക് കടിക്കുന്നു, കാലെ കടിക്കുന്നു, കടിച്ചു കൊല്ലുന്നു. ഈ പട്ടിയുടെയൊക്കെ എത്ര പട്ടികളെ കൊണ്ട് എന്തുമാത്രം പേരുടെ ജീവൻ ഇവിടെ പോയി. എന്തെങ്കിലും ഒരു നിയമം ആരെങ്കിലും നടപ്പാക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ എടുക്കാത്തത്? ഒന്നെങ്കിൽ ഓരോ പഞ്ചായത്ത് തോറുമെങ്കിലും ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടാക്കി ഈ പട്ടികളെ സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ഒരു പരിപാടി ആവിഷ്കരിക്കുകയോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇത് കൂടി വരത്തില്ല. എല്ലാവരും പറയും വേസ്റ്റ് ഒക്കെ വെളിയിലിട്ടിട്ടാണ് ഇതൊക്കെ കൂടുന്നെന്ന് പറയും. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരണം. ഇവിടെ അതൊന്നുമില്ല. പഞ്ചായത്തിലൊക്കെ അവർ വന്നിങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് നമ്മൾ 50 രൂപ കൊടുത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ശരിയായി നടക്കുന്നുണ്ടോ നമുക്ക് ഇപ്പോഴും സംശയമാണ്. എന്തുകൊണ്ടാണ് റോഡിൽ കൂടെ ഇത്രയും തെരുവുപട്ടികൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഇതിലെ കൂടെ എല്ലാം പായുന്നത്? എന്തുകൊണ്ടാ? കൊച്ചു കുട്ടികളെ കണ്ട് അവയൊക്കെ കടിച്ച് അത് തിന്നും. ലാസ്റ്റ് സംഭവിച്ചിട്ട് പിന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഈ വിഷമത്തിൽ അകപ്പെടുക ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഗവൺമെന്റും ഇവിടെയുള്ള ഭരിക്കുന്ന ഓരോ അംഗങ്ങളും ഇതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണം. നമ്മുടെ ഇതുപോലുള്ള മൃഗങ്ങളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, ഇതിനൊക്കെ പ്രത്യേക കൂടുകളും ഒക്കെ പ്രത്യേകം നമ്മൾ സജ്ജീകരണം ഉണ്ടാക്കി അതിനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. എന്തെങ്കിലും ഒരു മൃഗം കൊന്നു എന്നറിയുമ്പോഴേക്കും ഗവൺമെന്റ് പൈസ കൊടുക്കും. ഇത്ര ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫർ കൊടുക്കുമല്ലോ. അതോടുകൂടി ഈ പരിഹാരം വല്ലതും ആകുമോ? ഇപ്പൊ തന്നെ ഇവിടെ ഈ ഒരു അമ്മ നഷ്ടപ്പെട്ടു. ഈ അമ്മയുടെ മക്കൾക്ക് ആ മക്കളുടെ വേദന ആര് കാണും? ആ മക്കൾക്ക് ഇനി അമ്മയുണ്ടോ? ഇല്ല. ആ വേദന നമ്മൾ ദൈവയെ തിരിച്ചറിയും. ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പൈസ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ ഉണ്ടാക്കാം, എവിടുന്നെല്ലാം ഫണ്ട് സ്വരൂപിച്ചെടുക്കാം, ആരുന്നെല്ലാം